വൈകിട്ട് പട്ടാഴിമുക്കിലെ വാഹനാപകടത്തിൽ ദുരൂഹത. നൂറനാട് സ്വദേശിനി അധ്യാപിക അനുജ, ചാരമൂട് സ്വദേശി ഹാഷിം എന്നിവരാണ് ഇന്നലെ ഉണ്ടായ അപകടത്തിൽ മരിച്ചത്. വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന അധ്യാപിക സഞ്ചരിച്ച വാഹനം തടഞ്ഞ ഹാഷിം കാറിൽ കയറ്റിക്കൊണ്ടു പോവുകയായിരുന്നു. ഈ സമയത്താണ് അപകടം സംഭവിച്ചത്. കാർ ലോറിയിലേക്ക് ഹാഷിം മനഃപൂർവ്വം ഇടിച്ചു കയറ്റിയതായാണ് പോലീസിന്റെ സംശയം. സുജു ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സുജി, സംഭവത്തിൽ എന്തൊക്കെ പുതിയ വിവരങ്ങളാണ് ലഭിക്കുന്നത്? പോലീസ് എന്താണ് ഈ ഘട്ടത്തിൽ പറയുന്നത്? കീർത്തി, പോലീസ് സംശയിക്കുന്ന ഇരുവരും ആത്മഹത്യ ചെയ്തതാണെന്ന സംശയം പോലീസിനുണ്ട്. ഇന്നലെ വൈകിട്ട് 10:30 അധ്യാപിക ഉൾപ്പെടെ സഞ്ചരിച്ച വാഹനം തടഞ്ഞു നിർത്തുകയും ഹാഷ്മിൻ ഇവരെ വാഹനത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോകുകയായിരുന്നു. ഈ സമയം അധ്യാപിക സഹ അധ്യാപകരോട് പറഞ്ഞത് തൻ്റെ ബന്ധുവാണ് ഹാഷിം എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് ഇവർ വാഹനം സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെടുകയായിരുന്നു. ഇത് പട്ടാഴിമുക്കിലെത്തുമ്പോഴാണ് അപകടത്തിൽ സംഭവിക്കുന്നത്. എന്താ ഈ കാറിൽ നിന്ന് ഇറങ്ങിയെടുത്തുന്ന 10 മിനിറ്റ് യാത്ര മാത്രമേ പട്ടാഴിമുക്കിലേക്കുള്ളൂ. അതിനുള്ളിൽ തന്നെ വാഹനം ഈ കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റിയെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്, അല്ലെങ്കിൽ സ്ഥലത്ത് ആദ്യം എത്തിയ ആളുകൾ പറയുന്നത്. ഇത് തന്നെയാണ് ഈ കണ്ടെയ്നർ ലോറിയിലെ ക്ലീനറും സ്ഥലത്തെ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ സാക്ഷ്യപ്പെടുത്തുന്ന ഇത്തരമൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതോടെയാണ് ഇത് ഹാഷിം മനഃപൂർവ്വം വാഹനം ഇടിച്ചു കയറ്റിയാണ് സംശയത്തിലേക്ക് എത്തി നിൽക്കുന്നത്. ഈ സ്ഥലത്ത് എത്തിയ ആളുകൾ ഈ സ്കൂളിലെ അധ്യാപകരെ സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് അധ്യാപകരുടെ അധ്യാപകർ പറഞ്ഞ എന്ന് ഈ സ്ഥലത്തെത്തിയ ആളുകൾ പറയുന്നത് ഈ അധ്യാപിക അനുജ താൻ മരിക്കാൻ പോകുകയാണെന്ന് പിന്നീട് കാറിൽ നിന്ന് ഇറങ്ങിയ ശേഷം സഹ അധ്യാപകരോട് അറിയിച്ചു എന്നും പറയുന്നു. ഹാഷിം സ്വകാര്യ ബസ്സിലെ ജീവനക്കാരനാണ്. അധ്യാപിക ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപികയാണ്. ഇവർക്ക് വിവാഹിതയാണ്. 11 വയസ്സുള്ളൊരു മകനുമുണ്ട് ഈ അധ്യാപികയ്ക്ക്. എന്തായാലും ഇന്നലെ വൈകിട്ടുണ്ടായ ഈ അപകടം ഇപ്പോൾ ബോധപൂർവം വരുത്തി തിരുത്തുക എന്ന ഒരു സംശയത്തിലാണ് പോലീസ് നിൽക്കുന്നത്. എന്തായാലും ഇവരുടെ മൃതദേഹങ്ങൾ അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ മോർച്ചറിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ശരി, സുജുവാണ് വിവരങ്ങൾ.